ഹലോ കൂട്ടുകാരെ, നിങ്ങൾ IND ടൂസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാശ്മീർ ട്രിപ്പിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കാശ്മീർ ട്രിപ്പ് കേരളത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ കേരളത്തിൻ്റെ പാലക്കാട് നിന്നാണ് പോയത്. അപ്പോൾ നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരായിരുന്നു. കോയമ്പത്തൂർ പോയി നമ്മളുടെ ഓൺ വെഹിക്കിളിൽ പോയി അവിടെ പാർക്ക് ചെയ്ത് ഒരു ദിവസം 165 രൂപയാണ് പാർക്കിംഗ് ചാർജ്. എല്ലാവർക്കും എയർപോർട്ട് പാർക്കിംഗ് എത്രയാണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. 165 റുപ്പീസാണ് നമ്മൾ കോയമ്പത്തൂർ എയർപോർട്ട് പാർക്കിംഗ്. ഏകദേശം അതേ റേറ്റ് ഒക്കെ തന്നെയായിരിക്കും കൊച്ചിയിലും വരുന്നത്. അതിനുശേഷം ഉള്ളിലേക്ക് പോയി നമ്മൾ ബോർഡിംഗ് പാസ് എടുത്ത് നേരെ നമ്മുടെ ഗേറ്റ് നമ്പർ നോക്കി നടന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുള്ളിൽ ഭയങ്കര റേറ്റായ കാരണം നമ്മൾ കയ്യിൽ കരുതിയ ബ്രെഡും ബിസ്ക്കറ്റും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അവിടെ നിന്ന് നേരെ ഡൽഹിയിൽ നിന്ന് നമ്മൾക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ്. അപ്പോൾ കോയമ്പത്തൂർ ടു ഡൽഹി ഒരു 3 hours എടുത്തു. നമ്മളുടെ വൈഫിൻ്റെ ഫസ്റ്റ് പ്ലെയിൻ യാത്രയായിരുന്നു. അത് തന്നെ നമ്മൾ ഓരോ കാഴ്ചകളും കണ്ട് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയപ്പോൾ 3 hours ഡൽഹിക്ക്. സമയം പോയതറിഞ്ഞില്ല. ഡൽഹി എത്തി. നമ്മൾ പതുക്കെ ഡൽഹിയിൽ ഇറങ്ങി. അവിടെ നിന്ന് 2 hours ലേ ഓവർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ടെർമിനൽ 1 ഞങ്ങൾ ഇറങ്ങിയത്. അവിടെ നിന്ന് ടെർമിനൽ 2 കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ ടെർമിനൽ 2 പോയി അവിടെ നിന്ന് ശ്രീനഗർക്കുള്ള ഫ്ലൈറ്റ്. അന്നത്തെ ദിവസം ഹോളി ആയ കാരണം അത്യാവശ്യം നല്ല സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. ഹോളി സെലിബ്രേഷൻ എയർപോർട്ടിനുള്ളിൽ തന്നെ. ഡൽഹിയിൽ നിന്ന് വെച്ച സൈലൻറ്റ് എയർപോർട്ടല്ല, അത് തന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം അടിപൊളിയായിരുന്നു. ഞങ്ങളത് കുറച്ച് നേരം എൻജോയ് ചെയ്ത് നേരെ ശ്രീനഗറിലോട്ട് വെച്ച് പിടിച്ചു. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കാശ്മീർ നമ്മളുടെ സാധാ സ്റ്റേറ്റിലുള്ള പ്രീപെയ്ഡ് സിമ്മുകൾ വർക്കാവില്ല. സുരക്ഷാ ഭാഗമായിട്ട് നമുക്ക് ഒന്നില്ലേ പോസ്റ്റ് പെയ്ഡ് അല്ലെങ്കിൽ അവിടെ ഇറങ്ങിയ ശേഷം നമ്മൾക്ക് അവിടുത്തെ ഒരു ടൂറിസ്റ്റ് സിം അവൈലബിൾ ആണ്. ആ സിം എടുക്കാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നാട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ നമ്മളുടെ പോസ്റ്റ് പെയ്ഡ് സിം കരുതുക. അല്ലെങ്കിൽ നമ്മളുടെ സിമ്മിലുള്ള നമ്പർ നമ്മളുടെ ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്ത് വെച്ചിട്ട് മാത്രം നമ്മൾ നാട്ടിലോട്ട് വരിക. എല്ലാവരും നമ്മളുടെ എല്ലാ കോളും മിസ്സാവുന്നതാണ്. പിന്നെ നമ്മൾ റൂമിൽ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തു പോകാൻ സമയം ഉണ്ടായിരുന്നില്ല. അന്ന് റൂം എത്താൻ തന്നെ വളരെ ലേറ്റായി. അപ്പോൾ അന്നൊന്നും സൈറ്റ് സീനിലൊന്നും പോകാൻ പറ്റില്ല. നമ്മൾ പക്കയായിട്ട് അവിടുത്തെ ക്ലൈമറ്റ് എൻജോയ് ചെയ്തു. അവിടുത്തെ ലോക്കൽ ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നപ്പോൾ നമ്മൾക്ക് മട്ടൺ കബാബ് അടിപൊളിയായിരുന്നു. ചൂട്ടുന്ന മട്ടൺ കബാബും സൂപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നത്തെ ദിവസം ഫുഡ് എൻജോയ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. താങ്ക് യു.